നമസ്കാരം. മൗനം മൗനം വിദ്വാനുഭൂഷണം, അല്ലെങ്കിൽ മൗനം സമ്മതം, അല്ലെങ്കിൽ എപ്പോഴും മൗനം എന്ന് പറയുന്നതൊക്കെ നല്ലതാണോ നമുക്ക്? മൗനം എന്ന വാക്ക് കേൾക്കുമ്പോഴൊക്കെ ഏറ്റവും മനോഹരമായ മഞ്ഞിൽ പൊതിഞ്ഞ ചില പ്രണയമൊക്കെ ചിലർക്ക് മനസ്സിൽ ഓർമ്മ വന്നേക്കാം. ചിലരിൽ പിണക്കത്തിൻ്റെ അതിരുകൾ ലംഘിക്കുന്ന അസഹനീയതയുടേതാവാം. അതുമല്ലെങ്കിൽ വാ തുറന്നൊന്ന് പറഞ്ഞൂടെ എന്ന അമർഷത്തിൻ്റെതാവാം. പറയാതെ പറയുന്ന ഭാഷയുടെ മാസ്മരികതയിൽ നിന്നും അമർഷത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് അത് മാറുമ്പോൾ ഏറ്റവും അരോചകമായ ഒന്നായി മാറുന്നു ഈ മൗനം എന്ന് പറയുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന മൗനം അവസാനം പറഞ്ഞ മൗനമാണ് കേട്ടോ. ഇത് മനുഷ്യബന്ധങ്ങളിൽ വിള്ളലുകൾ തീർക്കുന്ന വില്ലനായി മാറുകയാണ് ഇപ്പോഴും. അതുകൊണ്ട് ഈ മൗനത്തെ തീർത്തും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ, സൗഹൃദങ്ങളിൽ സൃഷ്ടിക്കുന്ന മൗനം വിടവ് ഒരുപാട് വലുതാണ്. ഒരിക്കലും കൂടിച്ചേരാനാവാത്ത വിധം സമയം കടന്നു പോകും തോറും അത് വലുതായി കൊണ്ടേയിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ മൗനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ, ഈ നിമിഷം തന്നെ അത്തരം ഒരു മൗനം കൊണ്ട് അകന്നു നിന്നേക്കുന്ന എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ ആ മൗനം നമ്മൾ വെടിയുക തന്നെ വേണം. ഉള്ളിൽ തോന്നുന്ന ഫീലിങ്സ്, ദേഷ്യമായാലും സ്നേഹമായാലും വെറുപ്പായാലും അത് അപരനിലേക്ക്, മറ്റുള്ളവരിലേക്ക് കാര്യകാരണ സഹിതം വാക്കുകൊണ്ട് പ്രകടിപ്പിച്ചു നോക്കൂ നിങ്ങൾ. അപ്പോൾ അയാൾക്കും ഒരു മറുവശം അതിന് പറയാനുണ്ടാവും. അത് ക്ഷമയോടെ കേട്ടാൽ അവിടെ തീരാവുന്ന പിണക്കങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്നേ നമ്മുടെ മൗനത്തിനൊക്കെ. ഒരു പിണക്കവും ഒരിക്കലും നീട്ടിക്കൊണ്ട് പോകരുത് കേട്ടോ. ശ്വാസം എത്ര നേരം നമുക്കുണ്ടാവുമെന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല. ഇത്തിരി സ്നേഹവും ചെറിയൊരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്താൽ തീരുന്ന പ്രശ്നങ്ങളെ ഉള്ളൂവെങ്കിൽ ഒന്ന് കുറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ലെന്നേ. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള അപൂർണമായൊരു ഉത്തരമാണ്, അല്ലെങ്കിൽ ഭ്രാന്തമായൊരു ഒറ്റപ്പെടലിന് അത്രമേൽ പ്രണയിച്ച് ഒറ്റ വരിയിൽ മാത്രം ഒതുങ്ങുന്ന മൗനം എന്ന ഉത്തരം. മൗനം വെടിഞ്ഞുകൊണ്ട് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരുന്ന പിണക്കങ്ങളൊക്കെ ഉള്ളൂ എങ്കിൽ ഒന്ന് സംസാരിച്ച് തീർത്തേക്കെന്നേ. ചിലപ്പോൾ മൗനങ്ങളൊക്കെ സമ്മതമാണ്, ചിലപ്പോൾ നിഷേധാർഹവും, മറ്റു ചിലപ്പോഴൊക്കെ പ്രതിഷേധാർഹവുമാണ്. ശരികളുടെ നീതിയും നിയമവും എല്ലാം മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാനകാലത്ത് മൗനം വെടിഞ്ഞ് പറഞ്ഞു തീർക്കുക എല്ലാ കാര്യങ്ങളും. ആദ്യം നിങ്ങളുടെ മൗനം വെടിഞ്ഞാൽ നമ്മുടെ സൈലൻസൊക്കെ, നമ്മുടെ മൗനം ഒരു ബലഹീനതയല്ല, അതൊരു ഇടവേളയാണ് എന്നുള്ള തിരിച്ചറിവിലുള്ള നിസ്സാരമായ ഒരു ഇടവേള മാത്രമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മൗനം വെടിഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ തീർത്തുകൊണ്ട് ബന്ധങ്ങളെയും അതുപോലെ തന്നെ കുടുംബങ്ങളെയും എല്ലാം ഊഷ്മളമാക്കിക്കൊണ്ട്, ആർദ്രമായ ബന്ധങ്ങൾ ദൃഢമാക്കിക്കൊണ്ട് നിങ്ങൾ മൗനം വെടിഞ്ഞുകൊണ്ട് ഒന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് തീർക്കുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ഒന്ന് തീർത്തുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ സ്വന്തങ്ങളും നമ്മുടെ കുടുംബ ബന്ധങ്ങളും എല്ലാം തന്നെ സന്തോഷമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്. താങ്ക് യു.